ആര്യയുടെ പ്രവൃത്തികൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു. വി. ശിവൻകുട്ടി. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ കടന്നാക്രമിച്ച് മുൻ മന്ത്രി വി. ശിവൻകുട്ടി. ആര്യയുടെ പ്രവൃത്തികൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചുവെന്നും പ്രചാരണത്തിനിടെ ആര്യയെ വാഹനത്തിൽ കയറ്റിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും ശിവൻകുട്ടി പറഞ്ഞു. മേയർ എന്ന നിലയിൽ ആര്യയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടായി. കടുത്ത രോഷമാണ് അവർക്കെതിരെ ഉണ്ടായിരുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. ആര്യയ്ക്ക് ചുമതല കൊടുത്തിരുന്ന വാർഡിൽ 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചെങ്കിലും 5 വോട്ടിന്റെ ലീഡാണ് ലഭിച്ചതെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയമുണ്ടായപ്പോൾ ആര്യയെ പിന്തുണച്ച് ശിവൻകുട്ടി രംഗത്തെത്തിയിരുന്നു. ആര്യയുടേത് മാതൃകാപരമായ പ്രവർത്തനമായിരുന്നുവെന്നും തോൽവി ആര്യയുടെ തലയിൽ കെട്ടിവയ്ക്കേണ്ട എന്നുമാണ് അന്ന് ശിവൻകുട്ടി പ്രതികരിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പിന്നാലെ പോരായ്മകൾ തിരുത്തി പാർട്ടി ശക്തമായി തിരിച്ചുവരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് പാർട്ടി അണികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന നിലപാടുമായി എത്തിയത്. ചരിത്രത്തിലെ മുൻകാല തിരിച്ചടികൾ ചൂണ്ടിക്കാട്ടിയാണ് MV ഗോവിന്ദന്റെ പ്രതിരോധം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CPMന് വെറും 17 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചതെന്നും 2001-ൽ LDF 40 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ അതിനെ അതിജീവിച്ച് 99 സീറ്റുകൾ നേടി പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തിയ ചരിത്രമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുകയും ജനക്ഷേമ പൊതുവികസന പദ്ധതികൾ വലിയ രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പാർട്ടി പരിശോധന നടത്തുകയാണെന്നും MV ഗോവിന്ദൻ പറയുന്നു.